നമസ്കാരമുണ്ട്. അപ്പോൾ കോടതി സമക്ഷം ബാലൻ വക്കീൽ എന്ന ദിലീപ് ചിത്രം റിലീസായി. അതിൻ്റെ ഫസ്റ്റ് ഷോ കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വെൽക്കം ടു കൗമുദി മൂവി റിവ്യൂ. ഇത് വിഷ്ണുവാണ് നിങ്ങളുമായിട്ട് നിൽക്കുന്നത്. സർപ്രൈസിംഗ്ലി എന്ന് പറയേണ്ട കാര്യം പറയും. കാരണം ദിലീപ് ചിത്രങ്ങൾക്ക് സാധാരണഗതിയിൽ ദിലീപിൻ്റെ ഒരുപാട് റേഞ്ച് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ദിലീപിനെ സാധാരണ ജനപ്രിയ നായകനാക്കിയ സിനിമകളുടെ ഒരു പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കണ്ട് ശീലിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ഒരു ദിലീപുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളിൽ പഴയ നായകന്മാർ അവരുടെ പഴയ ഫ്ലോയിൽ വന്നു എന്നൊക്കെ പറയുന്ന പോലെ ദിലീപിൻ്റെ ആ ജനങ്ങളുടെ ഹൃദയത്തിലൊരു സ്ഥാനം കൊടുത്തേക്കുന്ന ആ ഒരു ക്യാരക്ടറായിട്ട് ദിലീപിനെ നമുക്ക് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. നമുക്ക് ബാലൻ വക്കീൽ എന്ന സിനിമ കണ്ട് കഴിയുമ്പോഴത്തേക്ക് വരുന്നത് കോടതി സമക്ഷം ബാലൻ വക്കീൽ മാത്രമല്ല, ഡയറക്ടർ ബി ഉണ്ണികൃഷ്ണൻ ബി പുള്ളിക്കാരൻ്റെ തൊട്ട് മുമ്പുള്ള ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈവൻ ലാസ്റ്റ് ഫിലിം വില്ലനേക്കാളും ഒക്കെ ലീപ്സ് ആൻഡ് ബൗൺസ് പുള്ളിക്കാരന് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കാൻ വേണ്ടി ഇതിൻ്റെ സംവിധാനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ബാലൻ വക്കീൽ എന്ന കഥാപാത്രം ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ പ്രേക്ഷകരായിട്ടുള്ള എല്ലാ ചങ്ങാതിമാരുടെയും ഹൃദയത്തിൽ ഒരു സ്ഥാനം കണ്ടെത്തുന്നുണ്ട്. മാത്രമല്ല പുള്ളിക്ക് ചെറിയൊരു വിക്കുള്ള ഒരു വക്കീലാണ്. അപ്പോൾ അത് തന്നെ ആ ഒരു കഥാപാത്രത്തിന് ഒരുപാട് ചാം നൽകുന്നുണ്ട്. ഒരു ലവബിൾ ലൂസർ കൈൻഡ് ഓഫ് ഒരു ചാം എല്ലാവർക്കും ഒരു ഇഷ്ടമൊക്കെ തോന്നും, പാവമെന്നൊക്കെ തോന്നും. പക്ഷേ പുള്ളിക്കാരന് വളരെ ബ്രില്യൻ്റ് ആണ്, ഇൻ്റലിജൻ്റ് ആണ്, ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഷോട്ട്സ് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും വളരെ കെയർഫുള്ളായിട്ട് അവിടെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു നിമിഷം പോലും നമുക്കൊരു ലാഗ് തോന്നത്തില്ല. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും വളരെ ടെൻഷനുള്ള ടൈറ്റ് ആയിട്ടുള്ള ത്രില്ലർ മൊമെൻറ്റ്സിൻ്റെ ഒപ്പം തന്നെ അജു വർഗീസിൻ്റെ കഥാപാത്രവും ദിലീപിൻ്റെ കഥാപാത്രവും ചുറ്റും സിദ്ദിഖിൻ്റെ ക്യാരക്ടർ അച്ഛനായിട്ട് സിദ്ദിഖ് വരുന്നുണ്ട്. ആ ക്യാരക്ടേഴ്സ് എല്ലാവരും അത്യാവശ്യം നർമ്മം ചാലിച്ച് പോകുന്നുണ്ട്. സോ ചിരിക്കാനുള്ള വകയുണ്ട്, എന്നാൽ നമ്മളെ നല്ല ത്രില്ലടിപ്പിച്ച് ആ സിനിമയ്ക്ക് കൊടുക്കുന്ന ആ ഒരു എന്താകുമെന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കും. ഒന്ന് രണ്ട് നല്ല ട്വിസ്റ്റുകളുണ്ട്. ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ച് നിൽക്കാത്ത ചില ട്വിസ്റ്റുകൾ ഈ സിനിമയുടെ അവസാനം വില്ലൻ കഥാപാത്രമായിട്ട് ഇന്നയാൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയം തോന്നിക്കുന്ന ചില സീനുകളും ഡയറക്ടർ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഈ മനുഷ്യനാകാമെന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കണക്കൂട്ടും. പക്ഷേ ഇവരാരുമല്ലാതെയുള്ള ചില ട്വിസ്റ്റുകൾ സിനിമയിൽ വരുന്നുണ്ട്. സോ ഓൾ ഇൻ ഓൾ ദ ഫിലിം ഗെറ്റ്സ് എ ബിഗ് തംസ് അപ്പ്. അതിൻ്റെ ക്യാമറ വർക്ക് വളരെ രസകരമായിട്ട് ആ സിനിമേനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ ബി ഉണ്ണികൃഷ്ണൻ്റെ സിനിമകൾ നമുക്ക് കാണുമ്പോൾ അറിയാം, അത്യാവശ്യം വളരെ സ്റ്റൈലൈസ് ചെയ്ത് പുള്ളിക്കാരൻ ചില ഷോട്ട്സ് എടുക്കാറുണ്ട്. എന്നാൽ അതിനെ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓവറാ കൊണ്ടുപോയിട്ടില്ല. ആവശ്യത്തിന് എല്ലാം മിതമായ അളവിൽ സിനിമയിലുണ്ട്, തമാശയുണ്ട്, അത്യാവശ്യം നമ്മൾ എൻജോയ് ചെയ്യുന്ന കോമഡികളാണ്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും നല്ല കോമഡികൾ ഈ സിനിമയിലുണ്ട്. ആൻഡ് ആക്ഷൻ രംഗങ്ങൾ നൈസ്. ആൻഡ് അതുപോലെ തന്നെ ത്രില്ലർ മൊമെൻറ്റ്സ്, സിനിമയിലെ ട്വിസ്റ്റുകൾ, ടേണുകൾ, ഒരു മിസ്റ്ററി ചുരുളഴിഞ്ഞ് വരുന്നതൊക്കെ നമുക്ക് ആ സിനിമയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ വുഡ് സേ ബി ഉണ്ണികൃഷ്ണൻ, അഥവാ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ബി എന്നാണ് പുള്ളിക്കാരൻ ടൈറ്റിൽ പേര് വന്നേക്കുന്നത്. ഡയറക്ടർ സംവിധായകൻ ഉണ്ണികൃഷ്ണൻ്റെയും ദിലീപ് എന്ന ജനപ്രിയ നായകൻ്റെയും ആ കോമ്പിനേഷൻ ഹാസ് കം ഔട്ട് റിയലി വെൽ. മമത മോഹൻദാസ് ഇതിലെ വളരെ സുപ്രധാന ഒരു കഥാപാത്രമായിട്ട് ഫീമെയിൽ മെയിൻ ലീഡിലേക്ക് വരുന്നുണ്ട്. ഷി ഹാസ് ഓൾസോ ഡൺ എ വെരി ഗുഡ് ജോബ്. സ്പെഷ്യൽ മെൻഷൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ തമാശ കൈകാര്യം ചെയ്ത് അജു വർഗീസ് ഒരു കുഞ്ഞു റോൾ അല്ലാതെ ഒരു ഫുൾ ഫ്ലെഷ് റോൾ കുറേ നാൾക്ക് ശേഷം ചെയ്ത് കണ്ടു. നൈസ്. ആൻഡ് സുരാജ് വെഞ്ഞാറമൂട് അതുപോലെ തന്നെ സിദ്ദിഖ് തുടങ്ങിയുള്ള ബാക്കി കഥാപാത്രങ്ങളും സിനിമയുടെ ആ ഒരു ചാമിനെ കൂട്ടിയിട്ടുണ്ട്. ഐ വുഡ് സേ ഗോ വാച്ച് ദിസ് ഫിലിം ഇൻ ദ സിനിമാസ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻസിൽ പറയുക. സോ ഒരുപാട് വേറെയും സിനിമകൾ ഈ ആഴ്ച ഇറങ്ങുന്നുണ്ട്. സോ കൗമുദി ഓൺലൈൻ മൂവി റിവ്യൂസ് കണ്ടിരിക്കുക. ചിയേഴ്സ്.